നല്ല സന്ധ്യയ്ക്കായി ദൈവത്തിന് സ്തുതിയും സ്തോത്രം കരയറ്റുന്നു. അഭിനന്ദിയ തിരുമേനിയും ബഹുമാനമുള്ള കുട്ടക്കാര്, കർത്താവിൽ പ്രിയ ശുശ്രൂഷകരെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഈ സന്ധ്യയിൽ അറിയിക്കുന്നതിന് അനൂപമായ സന്തോഷം. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ഇരുവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, 3 ദിവസത്തിനകം അതിന് പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ശാന്തമായ നല്ല സന്ധ്യയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഈ സന്തോഷകരമായ ധ്യാന ചിന്തകളുടെ മധ്യേ ഞങ്ങൾക്കായി പന്തുന്ന കൃപയ്ക്കാട് നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങേ ഒന്നുകൂടെ രുചിച്ചറിയുവാൻ, അങ്ങ് ഞങ്ങളെ കഴുകുന്ന, അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങൾക്കായി തുറക്കപ്പെട്ട വാതിലാകിയാൽ ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു. ഈ സന്ധ്യയിലും കർത്താവേ, അങ്ങയുടെ പൊന്നുനാമം വാഴ്ത്തപ്പെടണം. ബലഹീനരായി ഞങ്ങൾ കുറയണം, അങ്ങ് തന്നെ വളരണം. ബലഹീനമായ ഈ നാവിനോടും ബലഹീനമായ ഈ ഹൃദയങ്ങളോടും അങ്ങയുടെ ആത്മാവിനെ ഇന്ന് രാത്രിയിൽ പകരണമേ. പ്രാർത്ഥനയുടെ വാഴ്ത്തുന്നു ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹീതമായ വിശുദ്ധ നാളുകളിൽ 37ാമത്തെ ധ്യാന ദിവസത്തിലാണ് നമ്മളായിരിക്കുന്നത്. 37ാമത്തെ ദിവസം. നമുക്കറിയാം, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ വരുന്ന ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച എന്ന് പറയുന്നത് രാജാവായി കർത്താവ് എഴുന്നള്ളുന്ന ഒരു സന്തോഷ നിമിഷം. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം ശുദ്ധീകരണ കാലം എന്നാണ് സാധാരണ പറയുന്നത്. ശുദ്ധീകരണ കാലം, അതായത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു കേട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വർഷങ്ങളായി കാത്തിരുന്ന ഒരാൾ വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുക? നമ്മൾ ഭംഗിയായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏജൻസികളുണ്ട്, ക്ലീൻ ചെയ്യുന്ന ഏജൻസികളുണ്ട്. വേണമെങ്കിൽ അവരെയും വിളിക്കും. കാരണം ഒരു 10 രൂപ മുടക്കിയാലും കുഴപ്പമില്ല, വീട് അത്രയും ഭംഗിയായിരിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശുദ്ധീകരണ കാലം നമ്മൾക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവ്, കർത്താവ് രാജാവായി എഴുന്നള്ളുന്ന ആ വരവിനെ സ്വീകരിക്കുവാനായുള്ള ശുദ്ധീകരണ കാലമാണ് ഈ ആഴ്ച എന്നത് ഏറെ ഏറെ പ്രാധാന്യമുള്ള സംഗതി. അത്ര ഒരു സഞ്ചാരി ഒരിക്കൽ യാത്ര ചെയ്തിങ്ങനെ പോകുകയായിരുന്നു. യാത്ര ചെയ്ത് പോയപ്പോൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയ സമയത്ത് മനോഹരമായ അമ്പരചുംബികളായ ദേവാലയങ്ങളൊക്കെ കണ്ടു. മനോഹരമായ ആലയങ്ങളാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ നാട്ടിൽ പണിത ആലയങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ ബംഗ്ലാവുകൾ കണ്ടാൽ നമുക്ക് തന്നെ ആശ്ചര്യമുണ്ടാകും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരതിനെ പണിതിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഈ സഞ്ചാരി പോയത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ആലയം കണ്ടു. അവിടുത്തെ ഒരു വിശ്വാസിയോട് ചോദിച്ചു, അയ്യോ സഹോദര, നിങ്ങളുടെ ഈ സഭ, നിങ്ങളുടെ ഈ ആലയം എത്ര മനോഹരമാണ്, ഈ സഭ ഏറ്റവും ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ ഒരു മറുപടി, പ്രിയ സഹോദര, ഇതല്ല സഭ, ഇതൊരു കെട്ടിടം മാത്രമാണ്. ഞങ്ങളുടെ സഭ ഇതല്ല. ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇതിലും മനോഹരമാണ്. ഇത്ര ആഡംബരമായ ബിൽഡിങ്ങിനെക്കാട്ടും എത്ര മനോഹരമാണ് ആ കൂട്ടായ്മ എന്ന് പറഞ്ഞത് ആ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വേദഭാഗമാണ് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ആലയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സങ്കല്പം. ഗ്രീക്ക് പദത്തിൽ 2 പ്രധാനപ്പെട്ട വാക്കുകൾ ഈ ആലയത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എഴുത്തുകാർ. പ്രധാനപ്പെട്ട 2 വാക്കുകൾ. ഒന്ന് ഹൈറൂൺ എന്ന് പറയുന്ന ഒരു വാക്ക്, ഹൈറൂൺ. മറ്റൊന്ന് നാവൂസ് എന്നാണ് മറ്റൊരു പദം. രണ്ടും ആലയത്തെ ഉദ്ദേശിച്ചാണ് പറയുക, ആലയത്തെ
പറയാനായിട്ടാണ് ഈ ഗ്രീക്ക് പദത്തിൽ പറയുക. ഒന്നാമത്തെ ഹൈറൂൺ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് എന്നാണ്, അല്ലെങ്കിൽ ആലയത്തിന്റെ കെട്ടിടം, അല്ലെങ്കിൽ ആലയ സമുച്ചയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആലയത്തെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഈ ഹൈറൂൺ എന്ന വാക്ക് വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ പുരാതന ഗ്രന്ഥങ്ങളിലോ ഒക്കെ രേഖപ്പെടുത്തുന്നു. എന്നാൽ നാവൂസ് എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയാറുള്ള അതിവിശുദ്ധ സ്ഥലത്തെയാണ് നാവൂസ് എന്ന ഗ്രീക്ക് പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ വേദഭാഗത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാവൂസ് എന്നാണ്. നാവൂസ് എന്ന പദമാണ് ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണ്? ഈ അതിവിശുദ്ധ സ്ഥലം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയാം എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിടെ പറഞ്ഞത്. അതൊന്നും ആർക്കും മനസ്സിലായില്ല, ഈവൻ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. കർത്താവിന് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമാണ് ഈ തിരുവെഴുത്തുകൾ കർത്താവ് പറഞ്ഞിരുന്നല്ലോ, അത് ഇതായിരുന്നല്ലോ എന്ന് മനസ്സിലായത് എന്നത് വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇന്നത്തെ ചെറിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ശുദ്ധീകരിക്കേണ്ട ആലയം എന്നുള്ളതാണ്. ശുദ്ധീകരിക്കപ്പെടേണ്ട ആലയം. നമുക്കറിയാം, ഇങ്ങനെയുള്ള വേദഭാഗം നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിന് തൊട്ട് മുമ്പ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ വരുന്ന കണ്ട കാഴ്ച എന്താണ്? അവിടെ ഒരു വലിയ വ്യാപാരത്തിന്റെ സ്ഥലമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കർത്താവായ യേശു ക്രിസ്തു കണ്ടത്. ആലയം മുഴുവൻ വ്യാപാര കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ കച്ചവടക്കാരുണ്ട്, അവിടെ പൊൻവാണിഭക്കാരുണ്ട്, അവിടെ മൃഗങ്ങളെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, വിവിധങ്ങളായ ബിസിനസ്സുകൾ ആലയത്തിന് ചുറ്റും നടക്കുന്നത്. കർത്താവിന് ദേഷ്യം വന്നിട്ട് കർത്താവ് അതിനൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത് എന്നത് നമുക്ക് നന്നറിയാം. അവിടെ പെസഹ പെരുന്നാളിന്റെ ഒരുക്കവും കൂടെ ആയിരുന്നു എന്ന് താഴോട്ട് വായിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരിക്കപ്പെടേണ്ടുന്ന ആലയം അത് നമ്മുടെ പള്ളിയാണോ, അല്ലെങ്കിൽ ആ ആലയം നമ്മുടെ ആരാധന സ്ഥലങ്ങളാണോ, അതോ മറിച്ച് നമ്മുടെ ഹൃദയമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചിന്ത. നമ്മൾ ഈ 37 ദിവസങ്ങൾ ചിന്തിച്ചത്, ഞാൻ എങ്ങനെ ശുദ്ധീകരിച്ചു, എൻ്റെ പ്രവൃത്തികൾ എന്നെ ശുദ്ധീകരിക്കപ്പെട്ടു, എങ്ങനെ എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതം എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടു എന്നതാണ് എന്ന് മറന്നു പോകരുത്. ഒരു സഭാപിതാവ് ഉണ്ടായിരുന്നു, സിറിൽ ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്. ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, യേശുവിന്റെ ശരീരം എന്നത് അത് ജീവന്റെ ഉറവിടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശു ഇതാണ് പറഞ്ഞത്, യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സഭ. യേശുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയുടെ തലയാണ് കർത്താവായ യേശു ക്രിസ്തു. നാം എല്ലാവരും ആ സഭയുടെ എന്താണ്? അവയവങ്ങളാണ്. അതുകൊണ്ട് സഭ ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആലയം കഴുകി വൃത്തിയാക്കണമെന്നോ നമ്മുടെ ആലയത്തെ തുടച്ചു വൃത്തിയാക്കണമെന്നോ അല്ല. ഈ സഭയുടെ അവയവങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതും നമ്മോട് പറയുന്നതും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. അതിൻ്റെ 19ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മന്ദിരം പൊളിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. ഈ മന്ദിരം പൊളിക്കാം, ഈ മന്ദിരം പൊളിപ്പിൻ. ഒന്നാമത്തെ കാര്യം അതാണ്. പഴയതിനെയൊക്കെ പൊളിച്ചു മാറ്റേണ്ടുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പഴയതിനെയൊക്കെ പൊളിച്ചു മാറ്റേണ്ടുന്ന സമയം. നമുക്കറിയാം, പഴയ കലത്തിൽ പുതിയ വീഞ്ഞിടാറില്ല. കാരണം എന്നാ? ആ കലവിദ്യയും പൊട്ടിപ്പോകും. അതുപോലെ പുളിമാവ് നല്ല മാവിൽ ചേർക്കാറില്ല. കാരണം എന്നാ? അത് പുളിച്ചു പോകും. നമ്മുടെ ഭാഷ പറഞ്ഞാൽ, നല്ല കാച്ചിയ പാലിൽ നല്ല പുളിയുള്ള ഇച്ചിരി തൈര് വീണ് കഴിഞ്ഞാൽ എന്താവും? അത് ആ പാല് കേടാവും, അല്ലെങ്കിൽ പാല് വെറും ഉപയോഗിക്കാൻ പറ്റുന്ന ആ പാലും തൈരായിട്ട് മാറും. അതുപോലെ പഴയതിനെ അവസാനിപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു, അതിനെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു പുതിയ ആരംഭം ചെയ്യുവാനായിട്ടുള്ള ഒരു സമയമാണ് ഈ ശുദ്ധീകരണ കാലം എന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പഴയതിനെ അവസാനിപ്പിക്കണമെന്നത് നമ്മുടെ മാനുഷികമായതിനൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. മാനുഷികമായ ചിന്തകളെ, മാനുഷികമായ പ്രവൃത്തികളെ, മാനുഷികമായ ഇഷ്ടങ്ങളെ, മാനുഷികമായ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി. നമുക്കറിയാം, ഒരു പ്രശസ്തനായ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഒരു വലിയ ഭാഗവതർ തമിഴ്നാട്ടിലാണ്. അദ്ദേഹം ഒരിക്കൽ ഈറനണിഞ്ഞ് കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ പൂജാ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് രാവിലെ അദ്ദേഹത്തിന് എന്തോ തോന്നി, ആരോ പുറകെ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഈറനണിഞ്ഞ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ നനഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ചവിട്ടുന്നിടത്തൊക്കെ നമ്മുടെ ഈ ഫുട് പ്രിന്റ് അവിടെയൊക്കെ ഉണ്ടാകും, നമ്മുടെ കാൽപാദം അവിടെയൊക്കെ പതിഞ്ഞു കിടക്കും.
ആ കാൽപാദം ചവിട്ടി ആരോ പുറകെ അദ്ദേഹത്തെ അനുഗമിക്കും. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ദേശത്ത് ദുർനടപ്പുകാരിയായിരുന്ന ഒരു സ്ത്രീ അദ്ദേഹം ചവിട്ടി അതേ പാദങ്ങൾ ചവിട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന് ഏറെ ആശ്ചര്യമായി. അദ്ദേഹം നിന്നിട്ട് ചോദിച്ചു, സഹോദരി, നീ എന്താണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അയ്യോ തിരുമേനി, അങ്ങ് ഈ വലിയ ദേവാലയത്തിന്റെ, അല്ലെങ്കിൽ അങ്ങ് വലിയ വിശുദ്ധനാണ്, തിരുമേനിയാണ്. അങ്ങയുടെ ഈ പാദങ്ങളിൽ ചവിട്ടിയാൽ പോലും എൻ്റെ പാപങ്ങൾ കഴുകപ്പെടും എന്ന് ഈ ദുർനടപ്പുകാരിയായ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു. ആ കഥയുടെ അവസാനം എങ്ങനെയാണ്? ആ ഭാഗവതർ ഈ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നാണ് പറയുന്നത്. കുത്തിയിട്ട് പറഞ്ഞു, സഹോദരി, അതങ്ങനെയല്ല, നീ നിന്റെ ദേഹം വിറ്റ് ജീവിക്കുന്നു, ഞാൻ ദേഹി വിറ്റ് ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാനും പാപിയാണ്, നീ മാത്രമല്ല പാപി, ഞാനും പാപിയാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ അടുത്ത് പോലും എൻ്റെ വിശ്വാസം വരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തമിഴ് ഇങ്ങനെ പറഞ്ഞു, എല്ലാം തത്വത അമ്മ എന്ന് പറഞ്ഞ് അവിടെ മാപ്പിരക്കുന്നത് കാണുവാനായിട്ട് സാധിക്കാം. ബുക്കിൻ്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, മനുഷ്യനായി ജനിച്ചവരെല്ലാം പാപത്തിലാണ്, മനുഷ്യനായി ജനിച്ചവരെല്ലാം ദോഷത്തിലാണ്, തിന്മയിലാണ് എന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ശുദ്ധീകരണ കാലം നമുക്ക് തരുന്നത്. ആരും മികച്ചതല്ല, ആരും മെച്ചമല്ല. ചാരബുധനിലൊക്കെ അതാണ് പറയുന്നത്, നീ മണ്ണാണ്. സാധാരണ നമ്മൾ മരിക്കുന്ന സമയത്താണ് പറയുന്നത്. എന്നാൽ ആ ചാരബുധനിൽ ജീവനുള്ളവരെ മോത്തോക്കി പറയും, നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനുഷികമായി ഇല്ലാതായി തീരുന്ന ഒരു മനോഹരമായ കാഴ്ച. നമുക്ക് വീണ്ടും മാനുഷികമായ ചിന്തകൾ വന്നേക്കാം, വീണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറിത്തിരിഞ്ഞ് വന്നേക്കാം. പക്ഷേ കർത്താവ് പറയുന്നു, ഈ മന്ദിരം പൊളിക്കണം, നിങ്ങൾക്കിടയായി തീർന്നാൽ 3 ദിവസം കൊണ്ട് പണിയാനായിട്ട് സാധിക്കും. അതിനെന്ത് ചെയ്യണം? ഒന്നാമത് ഇത് പൊളിക്കണം. ഇത് പൊളിഞ്ഞേ മതിയാകുകയുള്ളൂ. പൊളിഞ്ഞില്ല എങ്കിൽ വീണ്ടും അത് പണിയാൻ സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആലയങ്ങൾ പണിയപ്പെടുവാനായി, അതിനൊന്ന് പൊളിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളൊന്ന് താഴ്ത്തിയേൽപ്പിക്കും. കർത്താവെ, എന്നെ ഒന്ന് പൊളിക്കുവാൻ, എന്നെ ഒന്ന് തകർക്കുവാൻ, എന്നെ ഒന്ന് ഉടയ്ക്കുവാൻ പ്രിയന് ഇഷ്ടമുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് പൊളിയുന്നത് സഭയല്ല, പൊളിയുന്നത് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളല്ല, പൊളിയുന്നത് നമ്മുടെ ആലയങ്ങളോ നമ്മുടെ കൂട്ടായ്മ നടത്തുന്ന സ്ഥലങ്ങളോ അല്ല. നമ്മുടെ അന്തർമന്ദിരങ്ങൾ തന്നെ പൊളിയണം, നമ്മുടെ ഹൃദയങ്ങൾ പൊളിയണം, നമ്മുടെ ഹൃദയങ്ങളെ ഇടിഞ്ഞ് ഇല്ലാതായി തീരണം എന്നത് കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. സഭ നിലനിൽക്കുന്നത്, അതായത് കൂട്ടായ്മ നിലനിൽക്കുന്നത്, ക്രിസ്തുവിൻ്റെ സഭ നിലനിൽക്കുന്നത് ക്രിസ്തുവിനോളമാണ് എന്നതാണ് അതിൻ്റെ സന്തോഷകരമായ അവസ്ഥ. ക്രിസ്തുവിനോളെന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതമായിട്ട് ഈ സഭ നിലനിൽക്കും എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, ഒരു പുഷ്പമുണ്ട്, നിശാഗന്ധി. അത് സാധാരണ അങ്ങനെയൊന്നും നമ്മൾ പഠിക്കാറൊന്നുമില്ല. കാരണം എന്താ? നിശാഗന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് രാത്രിയിൽ മാത്രം പൂക്കുന്നതാണ്, രാത്രിയിൽ മാത്രം. നമുക്കറിയാം, നിഗൂഢമായ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിലും, നിഗൂഢമായ രാത്രിയുടെ ഭീതിയിലും, നിഗൂഢമായ രാത്രിയുടെ ഭീതിയിലും പേടിയിലും നമുക്കൊക്കെ രാത്രി ഭയമാണ്. പക്ഷേ ആ രാത്രിയുടെ ഭീകരതയിലും ഈ നിശാഗന്ധി മനോഹരമായി ഇങ്ങനെ പൂത്ത് സുഗന്ധം പരത്തുന്ന ഒരു കാഴ്ച. സഭയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, ദൈവ പൈതന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. എത്ര പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, എത്ര തന്നെ നമ്മൾ ഭീതിപ്പെടുത്തുന്ന ചിന്തകളായിക്കൊള്ളട്ടെ, എത്ര തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞതായിക്കൊള്ളട്ടെ, പ്രതികൂലം നിറഞ്ഞതായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതം അവിടെയൊക്കെയും ഇങ്ങനെ ശോഭയോടെ നിൽക്കുവാൻ, ഇങ്ങനെ സുഗന്ധം പരത്തുവാൻ ഒരു നിശാഗന്ധിയെ പോലെ എന്നെ നിങ്ങളെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നു എന്നതാണ് നമ്മളിലുള്ള ഏറെ വലിയ നന്മ. അത് നമുക്ക് സാധിക്കുമോ? യഹൂദ പണ്ഡിതന്മാർ പണ്ട് വേദം പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുമായിരുന്നു അത്രേ, ഹൃദയത്തിൽ ക്ലാവുണ്ടോ, ഹൃദയത്തിൽ ക്ലാവുണ്ടോ എന്ന് 3 പ്രാവശ്യം ഈ യഹൂദ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കുമായിരുന്നു അത്ര. ക്ലാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അറിവില്ലാതെയല്ല. ക്ലാവ് എന്ന് പറഞ്ഞാൽ കലർപ്പുണ്ടോ, ഹൃദയത്തിൽ കപടതയുണ്ടോ, ഹൃദയത്തിൽ വക്രതയുണ്ടോ എന്നാണ് ചോദ്യം. അതുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാമെന്നാണ്. കാരണം എന്നാ? നമുക്കറിയാം, ഒരു ചുവരിങ്ങനെ വിണ്ട് കീറിയിരുന്നാൽ, അതിങ്ങനെ പൊള്ളിയിരുന്നാൽ അതിൻ്റെ മുകളിൽ ചുമ്മാ പെയിൻ്റ് അടിച്ചാൽ കളർ മാറുമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രശ്നം അത് മാറത്തില്ല. ക്ലാവ് ഉണ്ടെങ്കിൽ അവിടെ വേറൊന്നും ഉറച്ചിരിക്കത്തില്ല, അതിങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ തീ കോരിയിടുന്ന, എൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിപ്പിക്കുന്ന, എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, നിരന്തരം നൊമ്പരപ്പെടുത്തുന്ന ചിന്തകളായി തീരണം ഈ ദിവസങ്ങളിലെ ചിന്തകൾ. എൻ്റെ മന്ദിരം പൊടിയപ്പെടേണ്ടതായിട്ടുണ്ട്,
എന്റെ ഈ മന്ദിരം പൊളിയപ്പെടേണ്ടതായിട്ടുണ്ട്, എന്റെ ഈ ഹൃദയം പൊളിയപ്പെടേണ്ടതായിട്ടുണ്ട്, എന്റെ ഹൃദയം തകർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാഥ, അങ്ങേക്ക് ഇതിന് ഇഷ്ടമുണ്ടായി എന്റെ ഹൃദയത്തെ ഒന്ന് പൊളിക്കണമേ, ഒന്ന് പൊളിച്ചെഴുതണമേ എന്ന പ്രാർത്ഥന എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം എന്റെ കർത്താവിന്റെ ആലയം എന്ന് പറയുന്നത് നാവൂസാണ്. അത് അതിവിശുദ്ധ സ്ഥലമാണ്. അത് പൊളിഞ്ഞാലേ അത് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നത് ഒരു ഓർക്കുക. അങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ പൊളിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പൊളിഞ്ഞാൽ അത് വീണ്ടും പണിയപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞ് എൻ്റെ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിച്ചു. പെസഹ അടുത്ത് വരികയാണ്. പെസഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. എന്തുകൊണ്ടാണ് പുളിപ്പില്ലായ്മ അന്ന് അനുഭവിക്കുന്നത്? നമുക്ക് ചരിത്രം അറിയാം. പുറപ്പാടൊക്കെ വായിച്ചാൽ അതറിയാം. മനോഹരമായി അത്രയും സത്യസന്ധമായ രീതിയിൽ കർത്താവ് നടത്തിയതിനെ ആചരിക്കുകയാണ്. അതിൽ അന്ന് തൊട്ട് ഇന്നുവരെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഇങ്ങനെ സഭ കൊണ്ടാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ തലേ ദിവസം യഹൂദ കുടുംബങ്ങളിൽ ഒരു ആചാരമുണ്ട്. അത് ഇന്നും അവരുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഗൃഹനാഥൻ, ആ ഭവനത്തിലെ പിതാവ് ഒരു വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ചിട്ട് ആ ഗ്രഹത്തിലുള്ള ഭവനത്തിലുള്ള എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ട് ഈ വിളക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അവരോട് ചോദിക്കും, ഈ ഭവനത്തിൽ പുളിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഈ ഭവനത്തിൽ കലർപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ ഗ്രഹനാഥയോടും കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഭവനത്തിലുള്ള എല്ലാവരോടും ചോദിക്കാറുള്ള ഒരു ആചാരമുണ്ട്. അപ്പോൾ ആ ഗ്രഹനാഥയും കുഞ്ഞുങ്ങളും ഒരേ വാക്കിൽ ഉത്തരം പറയണം. ഈ ഭവനത്തിൽ പുളിപ്പുള്ളതോ കലർപ്പുള്ളതോ ഒന്നും ഇല്ല എന്ന് പറയണം. ഈ പെസഹ പെരുന്നാളിന്റെ തലേ ദിവസം നടക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ ഭവനങ്ങളിലും അങ്ങനെ പറഞ്ഞിരിക്കണം. അങ്ങനെ പറയുമ്പോൾ ഗ്രഹനാഥൻ സ്വർഗത്തിലേക്ക് വിളക്ക് ഉയർത്തിയിട്ട്, പിതാവേ, ഈ ഭവനത്തിൽ പുളിപ്പുള്ളതോ കലർപ്പുള്ളതോ ആയ ഒന്നുമില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പെസഹ പെരുന്നാൾ ആരംഭിക്കുക എന്നതാണ് ചരിത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളും പെസഹ പെരുന്നാൾ കൊണ്ടാടാനായിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളും ഓശാന കൊണ്ടാടാനായിട്ട് പോവുകയാണ്. അത്ര കണ്ട് നമ്മൾ ഇങ്ങനെ ആചാരങ്ങളിലൊന്നും പോയിട്ടില്ല എങ്കിലും എന്റെ ഹൃദയം കൊണ്ടെങ്കിലും എന്റെ നാഥനെ ഒന്ന് സ്വീകരിക്കുവാൻ, എന്റെ ഹൃദയം കൊണ്ടെങ്കിലും എന്നെ ഒന്ന് പൊളിച്ചെഴുതുവാൻ, എന്റെ ഹൃദയം കൊണ്ടെങ്കിലും എന്റെ നാഥന് കർത്താവേ അങ്ങേക്ക് സ്വാഗതം എന്ന് പറയുവാൻ ഈ ഓശാന കൊണ്ട്, അല്ലെങ്കിൽ ഈ വിശുദ്ധ നാളുകൾ കൊണ്ട്, ഈ നോമ്പ് കൊണ്ട്, ഈ കഷ്ടാനുഭവ ആചരണം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആലയം പൊളിയപ്പെടുന്നില്ല എന്നതാണ് എന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് പരീക്ഷന്മാർ കേട്ടതുപോലെ, ഈ ആലയം പൊളിച്ച് പണി, ഈ പള്ളി പൊളിച്ച് നീ 3 ദിവസം കൊണ്ട് പണിയുമല്ലേ? ഞങ്ങൾ 46 സംവത്സരം കൊണ്ട് പണിത ഈ ആലയം നീ 3 ദിവസം കൊണ്ട് പൊളിച്ച് പണിയുമല്ലേ എന്ന് ചിന്തിച്ചവരെ പോലെ ആയിരിക്കും ഞാനെന്ന് ചിന്തിച്ചില്ല. എത്ര പ്രസംഗിച്ചിട്ടോ, എത്ര പ്രാർത്ഥിച്ചിട്ടോ, എത്ര ശുശ്രൂഷിച്ചിട്ടോ യാതൊരു ഫലവുമില്ല എന്നത് മാത്രം ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ ഒരു സംഗതിയോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ സംഗതി അതേ സെന്റൻസിന്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, ഞാൻ 3 ദിവസത്തിനകം പണിയും. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഈ മന്ദിരം പൊളിപ്പി. രണ്ടാമത് ഞാൻ പറയുന്നത് ഞാൻ 3 ദിവസത്തിനകം പണിയും. ഈ 2 കാര്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും. ശുദ്ധിയോടെ ഇരുന്നാൽ പൊളിയുന്നത് അത് പണിയപ്പെടും. ശുദ്ധിയോടെ ഇരുന്നാൽ പൊളിപ്പില്ലായ്മ അതിന് അനുഭവമാണ്. ശുദ്ധിയോടെ ഇരുന്നാൽ എൻ്റെ പങ്കപ്പാടുകൾ അനുഗ്രഹമായി മാറും. ശുദ്ധിയോടെ ഇരുന്നാൽ എൻ്റെ കഷ്ടാനുഭവം അത് നിത്യാനുഭവമായിട്ട് മാറും. ശുദ്ധിയോടെ ഇരുന്നാൽ എൻ്റെ മരണം അത് ജീവനായിട്ട് മാറും. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് താഴ്ത്തിക്കൊടുക്കണം. കർത്താവേ, ശുദ്ധിയോടെ ഇരിപ്പാൻ, എൻ്റെ മന്ദിരം പൊളിക്കുവാൻ, അതിലൂടെ 3 നാൾ കൊണ്ട് എൻ്റെ മരണത്തെ ജയമാക്കി തീർത്ത, മരണത്തിലെ വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞ, സാത്താന്റെ തലയെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞ, അതിൽ കൂടെ ഉണ്ടാകുന്ന സകല ഭീതിയെയും സകല പരാജയത്തെയും ഇല്ലാതാക്കിയ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്, ഞാൻ പണിയപ്പെടും എന്ന ഉറച്ച വിശ്വാസമുള്ളവർക്ക് ആയിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുമോ? കർത്താവേ, 3 ദിവസം കൊണ്ട് നീ പണിയും എന്നത് എന്നെ കുറിച്ചാണ് എന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാളുകൾ ഇങ്ങനെ ഓടിപ്പോകും. നമ്മുടെ നാളുകൾ പെട്ടെന്ന് നീങ്ങിപ്പോകും. നമ്മുടെ നാളുകളൊക്കെ കഴിഞ്ഞു പോകും. ഒന്നും നിലനിൽക്കുന്നതില്ല, സകലം അഴിഞ്ഞു പോകുന്നത്. എന്നാൽ നിലനിൽക്കുന്ന ഒന്നുണ്ട്, അത് കർത്താവ് മാത്രം, അവൻ്റെ നാമം മാത്രം, അവൻ്റെ സഭ മാത്രം. ക്രിസ്തുവിനോളം ദൈർഘ്യമുള്ള, ക്രിസ്തുവിനോളം ദീർഘായുസുള്ള അവൻ്റെ സഭയെ ദൈവം പണിയുകയാണ്. അവൻ്റെ സഭയിൽ ഭാഗമായുള്ളവരോട് ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ ആകുന്ന സഭയിൽ അംഗമാകുവാൻ എന്നെ ഒന്ന് പൊളിക്കണമേ. ഈ ശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ എന്നെ ഒന്ന് പൊളിക്കണമേ, എന്നെ ഒന്ന് പണിയണമേ
എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരു സെൻറ്റൻസ് ഇങ്ങനെയുണ്ട്: നിത്യ നിത്യ വസ്തു വിവേകം, നിത്യ നിത്യ വസ്തു വിവേകം. എൻ്റെ അർത്ഥം, ഒരിക്കൽ ഒരു കഥ കൂടെ പറഞ്ഞ അവസാനത്തേക്ക്, ഒരിക്കൽ ഒരു വിറക് വെട്ടുകാരൻ കാട്ടിലേക്ക് വിറക് വെട്ടാനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പണി അതാണ്. നമുക്കറിയാം, കാടിൻ്റെ അതിർത്തികളിൽ ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗമാണ് കാട്ടിൻ്റെ അകത്ത് പോവുക, വിറക് വെട്ടുക, താഴെ കൊണ്ടുവന്ന് വിൽക്കുക, അത് കഴിഞ്ഞിട്ട് ഉപജീവനം കഴിക്കുക. അതാണ് അവരുടെ ഉപജീവന മാർഗമാണ്. നമുക്കൊന്നും പോയി വിറക് വെട്ടാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ വസിക്കുന്നവർക്ക് അതിനുള്ള അനുവാദമാണ്. കാട്ടിനകത്ത് പോവും, വിറക് വെട്ടും, താഴെ കൊണ്ടുവന്ന് വിൽക്കും, അവർ ജീവിക്കും. ഇങ്ങനെ പോയി 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 ഉൾക്കാട്ടിൽ പോയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു താടി മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു സന്യാസി ഇരിപ്പുണ്ട്. സന്യാസി ഇങ്ങനെ ഇരിപ്പുണ്ട്. സന്യാസി പറഞ്ഞു, ഹലോ, സുഖമായിരിക്കുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം ഞെട്ടി. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണെന്നറിയാം, പക്ഷേ വളരെ വികൃതനായ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ ചോദിച്ചു, എന്തോ പരിപാടി എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ജോലിയാണിത്, ഞാൻ വിറക് വിട്ടും താഴെക്കൊണ്ട് വിൽക്കും, അങ്ങനെ ഞാൻ ജീവിക്കും. വീണ്ടും പിറ്റേ ദിവസം വരും, കാരണം അന്ന് തന്നെ അത് തീരും. പിറ്റേ ദിവസം വന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ വിറക് വെട്ടി ജീവിക്കുകയാണ്. ഈ സന്യാസി ചോദിച്ചു, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ചോദിച്ചു, നിനക്കിതിലും ഇച്ചിരിയുടെ മെച്ചമായി ജീവിക്കേണ്ട ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ജീവിക്കുന്നതിൽ ഇച്ചിരിയുടെ മെച്ചമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ആൻസർ തന്നെ എപ്പോൾ യെസ് പറഞ്ഞാൽ നേട്ടത് അല്ലേ? അയ്യോ, ലോൺ അടച്ച് മുടിഞ്ഞു, ചിട്ടി അടച്ച് മുടിഞ്ഞു, എന്നും പ്രതിസന്ധി, എന്നും ജോലിക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആഗ്രഹമാണ്. ഈ മനുഷ്യൻ ദൂരെയുള്ളൊരു മരം കാണിച്ചിട്ട് പറഞ്ഞു, ആ മരത്തിൻ്റെ ചോടി പോയി എന്ന് കിളയ്ക്കാൻ പറഞ്ഞു. ആ വിറക് മുറിക്കാനാണ്, ആ മരം മുറിക്കാനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം താഴെ പോയി കിളച്ചപ്പോൾ അവിടെ കുറേ വെള്ളി ബിസ്ക്കറ്റുകൾ ആ മരത്തിൻ്റെ ചോട്ടിലായിട്ടുണ്ട്. വെള്ളി ബിസ്ക്കറ്റുകൾ അദ്ദേഹം പിറക്കി, അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി. ഒരു നന്ദി പോലും പറഞ്ഞില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിനൊന്നും കാഴ്ചയില്ലല്ലോ ഇങ്ങനെയുള്ളത് കിട്ടിയാൽ. പിറക്കിക്കൊണ്ട് സഞ്ചിക്കത് ഓടി വീട്ടിൽ കൊണ്ടുപോയി ഒന്നൊന്നായിട്ട് ഇച്ചിരി മുറിച്ച് വിറ്റ് അത് ജീവിച്ചുകൊണ്ടിരുന്നു. 4-5 മാസം ആയപ്പോഴത്തേക്കും അത് തീർന്നു. സ്വാഭാവികം, അത് തീർന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കോടാലി എടുത്ത് ഒന്ന് രാഗി വീണ്ടും കാട്ടിൽ പോയപ്പോൾ അതേ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, എവിടെ പോവാ? മറ്റതെല്ലാം തീർന്നു, വെള്ളിയുടെ എല്ലാം കഴിഞ്ഞു, ഞാൻ വീണ്ടും എൻ്റെ ഉപജീവനത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ നീ ജീവിക്കുന്നതിൽ ഇച്ചിരി മെച്ചമായിട്ട് ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? വീണ്ടും അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്ക് ആഗ്രഹമുണ്ട്. വീണ്ടും ഒരു മരം കാണിച്ചു കൊടുത്തു. ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി കളിക്കാൻ പറഞ്ഞു. കളിച്ചപ്പോൾ എന്തായിരിക്കും അവിടെ? മറ്റേത് വെള്ളിയായിരുന്നു. എന്നിട്ട് എന്തായിരിക്കും? സ്വർണം. നമുക്കറിയാം, അത് സ്വർണ്ണമായിരുന്നു. സ്വർണ്ണ ബിസ്ക്കറ്റ് 3 4 സ്വർണ്ണ ബിസ്ക്കറ്റ്. അയ്യോ, ഇതിൽ സന്തോഷമുണ്ടോ? അത് കണ്ടതും എല്ലാം പോയി പുള്ളി അതുവഴി എടുത്തോണ്ട് ഓടി വീട്ടിൽ പോയി ജീവിക്കാൻ തുടങ്ങി. പഴയ ഓടിട്ട വീടായിരുന്നു, അത് മാറ്റി ടെറസാക്കി, നല്ലതായിട്ട് പെയിൻറ് ചെയ്തു, നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തു, ഒരു വണ്ടി എടുത്തു, മൊബൈലൊക്കെ വലുതാക്കി, ചെറിയ കീപാഡ് സെറ്റൊക്കെ ആയിരുന്നു, മൊബൈലൊക്കെ എടുത്തു, സെറ്റപ്പായി ഇച്ചിരിയുടെ മികച്ചതായി. പക്ഷേ ഇതെല്ലാം ചെയ്ത് 6 മാസമായപ്പോൾ അതും തീർന്നു, ജീവിക്കാൻ നിർത്തിയില്ല. വീണ്ടും കാട്ടിപ്പോയപ്പോൾ വീണ്ടും സന്യാസി ചോദിച്ചു, ഇതിലും മെച്ചമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എന്തായിരിക്കും പറയുക? യെസ്, എനിക്ക് ആഗ്രഹമുണ്ട്. പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഈ മരത്തിൻ്റെ ചൂടെന്ന് കിളയ്ക്കാൻ പറഞ്ഞു. അത് കിളച്ചപ്പോൾ സ്വർണത്തിൻ്റെ മേലെ എന്താണ്? വജ്രം, ഡയമണ്ട്. ഒരു പിടി ഡയമണ്ട് അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതെടുത്ത് ഓടി അദ്ദേഹം ലക്ഷറി ആയിട്ട് ജീവിക്കാനായിട്ട് ആരംഭിച്ചു. എല്ലാം ചെയ്തു. അദ്ദേഹത്തിന് സമ്പാദ്യമൊക്കെ ഉണ്ടായി. ബാങ്ക് ബാലൻസ് ഇതുവരെ അദ്ദേഹം ചിലവാക്കാതെ ബാങ്കിലേക്ക് ഇട്ട് നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറക്കമില്ല. രാത്രി കിടന്നുറങ്ങാനായിട്ട് പോകും, ഉറക്കമില്ല. നേരത്തെ 9 മണിക്ക് ഉറങ്ങുന്ന മനുഷ്യൻ 2 മണിയായിട്ട് ഉറങ്ങുന്നില്ല. ഭയങ്കരമായിട്ട് അങ്കലാത്താണ്, സമാധാനമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, ഒന്നിനൊരു സുരക്ഷിതത്വമില്ല, ഒന്നിനൊരു സംരക്ഷണമില്ല. ആകെ പ്രയാസമായി, ബുദ്ധിമുട്ടായി, വലിയ പ്രശ്നമായി. അപ്പോൾ അദ്ദേഹം ഓർത്തു, അയ്യോ, സന്യാസി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞിട്ടാണ് എനിക്കിതെല്ലാം ഉണ്ടായത്. അവനിപ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം അറിയാവുന്നവൻ എന്തിനാണ് ആ കാട്ടിൻ്റെ അകത്തിരിക്കുന്നത് എന്ന ചിന്ത അവനുണ്ടായി. ഇത്രയും അനുഗ്രഹങ്ങൾ അവൻ്റെ അടുത്തുണ്ടായത് അവൻ ഒന്നുപോലും എടുക്കാതെ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നതെന്ന് ഓർത്തു. അവൻ ഓടി, ആ കാട്ടിനകത്ത് ഓടിയപ്പോൾ അതേ മരത്തിൻ്റെ മുട്ടിൽ ആ മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കിതെല്ലാം നേടിത്തന്നു, നീ സാധ്യമാക്കി തന്നു,
പക്ഷെ നീ ഇവിടെ തന്നിരിക്കുന്നു. എനിക്ക് നിന്നെ പോലെ സ്വസ്ഥമായിരിക്കുവാൻ, എനിക്ക് നിന്നെ പോലെ സമാധാനമായിരിക്കുവാൻ, ശാന്തതയോടെ ഉറങ്ങുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ മാർഗം ഒന്ന് പറഞ്ഞു തരാമോ? അവൻ പറഞ്ഞു, ഇതുപോലെ അന്വേഷിക്കുക, കണ്ടെത്തും. ഇതുപോലെ നീ അന്വേഷിക്കുക, നീയും കണ്ടെത്തും. ഇന്ന് രാത്രിയിൽ എന്നെ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ക്ലാവുണ്ടോ എന്ന ചിന്ത നമ്മെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം, നമ്മെപ്പോഴും മതിച്ചുകൊണ്ടിരിക്കണം. ഹൃദയത്തിൽ ക്ലാവുണ്ടെങ്കിൽ സകലവും കഴിഞ്ഞു പോകും, സകലവും തിന്മയ്ക്കായിട്ട് വരും, സകലവും നമുക്ക് ഗുണകരമല്ലാതെ വരും. എന്തൊക്കെ ഉണ്ടെങ്കിലും ശാന്തമായി ഒന്നിരിക്കുവാൻ എൻ്റെ കർത്താവിനാൽ പൊളിയപ്പെടണം, എൻ്റെ കർത്താവിന് അഴിയപ്പെടണം, എൻ്റെ കർത്താവിന് ഒന്നില്ലാതായിപ്പെടണം. പറഞ്ഞല്ലോ, നിത്യ വിവേക വസ്തു വിവേകം എന്ന് പറയുന്നത് ആദ്യത്തെ നിത്യം, അത് കഴിഞ്ഞിട്ട് അനിത്യമാണ്. നിത്യമെന്ന് കാണുന്നതൊക്കെ അനിത്യമാണ്. അത് മനസ്സിലാക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയുക. ഈ ലോകത്തിൽ എന്തെങ്കിലും നിത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അനിത്യമാണെന്ന് ഓർക്കുക. അല്ല, ഞാൻ കാണാത്തത് ചിലത് നിത്യമായിട്ടുണ്ടെന്ന് ഓർക്കുക. അതെൻ്റെ ക്രിസ്തുവാണെന്ന് ഓർക്കുക, അതെൻ്റെ സഭയാണെന്ന് ഓർക്കുക. എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ശുദ്ധീകരണ കാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മുടെ കരങ്ങളെ വണക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാം. ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി, കർത്താവേ, നിന്നോട് ചേരുവാൻ എന്നെ സഹായിക്കണമേ.